സോ ഹലോ ഗൈസ്, ഞാൻ വീണ്ടും എത്തി. നമ്മൾ പുതിയ കാറാണ് അടിച്ചു മാറ്റാൻ പോണത്. അതൊക്കെ ഒരു സർപ്രൈസാണ്. നിങ്ങളെ ഗസ് നമുക്ക് ഞാൻ റിയാൻ്റെ അടുത്തും പോവാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ട് റിയ, ഷിൻചാൻ, പിൻചാൻ ഞാൻ കുറച്ച് ദൂരെ പോയിട്ടാണ്. ചിലപ്പോൾ നാളെയൊക്കെ വരുള്ളൂ. സോ ഗൈസ്, 2-3 ദിവസമായിട്ട് പിൻചാൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പുതിയ കാറ് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി കാർ അടിച്ചു മാറ്റാൻ. ആ 2 എൻ്റെ കൂടെ കുറേ കാലം എവിടെയൊക്കെ അവർക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും അതൊക്കെ വിടും. നമുക്ക് നമ്മുടെ കാർ കളക്ഷൻ പോയി ഒന്ന് ജസ്റ്റ് ടൂർ ചെയ്ത് വരാം. ഇത് കണ്ടോ, കുറേ കാറുണ്ട് നമ്മുടെ കയ്യിൽ. എന്ത് പറയാനാ, നമ്മൾ റിച്ചല്ലേ. നമ്മുടെ ബുഗാട്ടി സെൻട്രോൻ്റെ ആ ഡോറ് വേഗം വെച്ചാണ്. അത് നമ്മുടെ ഷിൻചാൻ്റെയും പിൻചാൻ്റെയും പണിയാണ്. പിൻചാൻ സൈഡിൽ കയറിയെന്ന് ഷിൻചാൻ ഓടിച്ചു. അപ്പോൾ ഡോറൊക്കെ പൊളിച്ച് കളഞ്ഞ അവന്മാർ. അതിൻ്റെ 2 അടി ചന്തിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. അതിന് മുമ്പ് അവൻ ടാസ്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ പിൻചാൻ അടിച്ചു കൊടുത്ത് അപ്പം തന്നെ അവർക്ക് ഐസ്ക്രീം അടിച്ചു കൊടുത്തു. ഞാൻ അത്ര ക്രൂനൊന്നുമല്ലേ. എന്നാൽ ഈ വഴി പോണ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ തട്ടിയൊക്കെ ഇടും, അത് വേറെ കാര്യം. അപ്പോൾ ആ ചേട്ടന് വേണ്ടി നിങ്ങൾ ആ സബ്സ്ക്രൈബറിനേക്ക് ഓളിയൊക്കെ ലൈക്ക് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ ആ ചേട്ടൻ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. നമുക്കെന്തായാലും നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോയി. ഇന്നില്ലേ ടാസ്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഓണം ആവാറായി. അതിൻ്റെ വീഡിയോസൊക്കെ എന്തായാലും വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ചെയ്ത് അയ്യോ വീഡിയോ വെച്ചേക്കണേ. എടാ, നീ പുതിയ കാറിൻ്റെ ലൊക്കേഷൻ അറിയാൻ വന്നല്ലേ? ആ ലൊക്കേഷൻ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിന് പിന്നെ ഞാൻ നിനക്ക് ടാസ്ക് തരാം. നീ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് 2 റാമ്പറില്ലേ, ഏതെങ്കിലും റാമ്പിൽ പോയി ചാടി വെക്കുക. അപ്പം നീ സ്ഥലത്തേക്ക് ടെലിപ്പോർട്ടോ. നിനക്ക് എല്ലാം മനസ്സിലാവും. ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അപ്പം തന്നെ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. അപ്പം ഞാൻ ലൊക്കേഷൻ എല്ലാം വിശദമായി പറഞ്ഞുതരാം. സോ ഗൈസ്, അവൻ എന്തൊക്കെയോ പറഞ്ഞുതരാമെന്നാ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ റാമ്പില്ലേ, ഈ കറങ്ങണ റാമ്പല്ല, ആ ഫ്രണ്ടിൽ കാണുന്ന റാമ്പിൻ്റെ മേലെ ചാടി എന്തോ ടെലിപ്പോർട്ടാന്നൊക്കെയാണ് പറയണേ. നമ്മളൊക്കെ എത്ര ചാടി വെക്കണത് ടെലിപ്പോർട്ടായില്ലല്ലോ. എന്തായാലും നമുക്ക് നേരത്തെ ചാടി വെക്കാം. ഇന്ന് ടാസ്ക് വന്നിട്ടുണ്ട് ഗൈസ്. എന്ത് ടാസ്കാണെന്നറിയില്ല. മിക്കവാറും നടുണ്ട് എല്ലുട്ടി ഗൈസ്. നമ്മൾ ടെലിപ്പോർട്ടായി എത്തിയൊരു മുട്ടം പണിയിട്ട സ്ഥലമാണ് ഗൈസ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. കഴിഞ്ഞ വട്ടം ഇതിൻ്റെ പകുതിക്ക് വെച്ച് താഴെയാണ്. പക്ഷേ ഈ വട്ടം നമുക്ക് ബുള്ളറ്റാണ് കിട്ടിയത്. നമ്മുടെ കാർ അവിടെ പോയി ദൈവത്തിനറിയാം. ഓ ഗൈസ്, നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നടുവൊക്കെ ഓടിച്ചു. പിന്നെ നമ്മളെ കാർ കിട്ടിയിട്ടുണ്ട്. ഏതാ ഡൊമിങ്കോസ്, ആ ലൊക്കേഷൻ പറയടാ. കൺസ്ട്രക്ഷൻ സൈറ്റിലാടാ. സോ ഗൈസ്, അവനങ്ങനെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ കൺസ്ട്രക്റ്റിൽ പോയി കണ്ടുപിടിക്കാനായിരുന്നു ഈ പെടാപ്പാടൊക്കെ പിടിച്ച് എൻ്റെ നാട് പൊടിഞ്ഞ് അതിൻ്റെ വേദന വീണപ്പം. പക്ഷെ ആ ബുള്ളറ്റ് കൊണ്ട് വരാൻ നല്ല സുഖമായിരുന്നു. പക്ഷേ ബുള്ളറ്റ് താഴെ വീണ പിന്നെ കാണുന്നില്ല. താഴെ ഇട്ട് കണ്ണൂർ നോക്കിയപ്പോൾ നമ്മുടെ മുമ്പിൽ കാറും വന്നിട്ടുണ്ട്. അതൊക്കെ വിടും. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ കൺസ്ട്രക്റ്റിലേക്ക് പോകാം ഗൈസ്. നാളെ മാവേലി നമ്മളെ കാണാൻ വരും ഗൈസ്. നമുക്ക് മാവേലിക്ക് വേണ്ടി സ്പെഷ്യൽ കാർ അടിച്ചു വെച്ചാണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഞെക്കി വെച്ചാലേ നിങ്ങൾക്ക് ആ വീഡിയോസ് കിട്ടുള്ളൂ. എന്തായാലും നമുക്ക് പെട്ടെന്ന് കൺസ്ട്രക്റ്റിലേക്ക് പോകാൻ ദൈവമേ. കൺസ്ട്രക്റ്റിൽ നിന്ന് പെട്ടെന്ന് കാർ അടിച്ചു മാറ്റിക്കൊണ്ട് വരാൻ പറ്റണേ. ഇന്ന് പ്രാർത്ഥിച്ചാണ് എല്ലാ ദിവസവും പോകണം. പക്ഷെ എല്ലാ ദിവസവും എന്തെങ്കിലും വള്ളികളുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ചാടിച്ച് കാറൊക്കെ പറഞ്ഞു പോകും. പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ വിടും. നമുക്ക് നേരെ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകാം. ഇന്ന് ഏത് കാറാണ് ഉള്ളതെന്നൊക്കെ നോക്കണം. അത് എനിക്കറിയാം, നിങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്കല്ലേ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വേണ്ടത്. എന്തായാലും ഇങ്ങോട്ടല്ലേ കളിച്ചെടുക്കണ്ട. അത്രയല്ലേ കാറവിടെ. ഇവിടെ നമ്മൾ സോ ഗൈസ്, ഞാൻ കാറ് നോക്കിയപ്പോൾ ഇവിടെ 2 സാധനം. നിങ്ങൾ ആരാണ്? ഞാനാണ് പത്തില് എന്റെ ഫ്രണ്ടാ. ഞങ്ങളുടെ കാറാ. ശരി, നിങ്ങളുടെ കാറാണല്ലേ. എന്നാൽ നിങ്ങൾ ഇവിടുന്ന് പൊക്കോട്ടോ. ടാറ്റാ ബൈ ബൈ. മോട്ടു സീനാണല്ലോ. എന്നാൽ മോട്ടുവിനെ പെട്ടെന്ന് കൊല്ലാൻ കഴിച്ചു. സോ ഗൈസ്, അങ്ങനെ അവരെ കൊന്നിട്ടുണ്ട്. നമ്മളെ ഇവര് എവിഡൻസില്ല, ഇവരെ മാറ്റി കളയാം ഇവരുടെ ബോഡി. ഇത് കാരണം നമുക്ക് ഈ ഇതൊക്കെ ഇട്ട് നമുക്ക് അങ്ങോട്ട് പൊട്ടിച്ച് കളയാം ഇവരെ. ഫോൺ എടുക്കുക. എവിടെ എൻ്റെ കണക്ഷൻ ആയിട്ടുണ്ട്. സോ ഗൈസ്, അങ്ങനെ മോട്ടുവിനെ പത്തിലുവിനെ പൊട്ടിത്തെറിപ്പിച്ചപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ട്. എന്തായാലും ഇന്ന് പോലീസ് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 ആൾക്കാരെയാണ് കൊന്നേക്കാം. അവർ ചത്തോന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി പണ്ടത്തെ ഒരു വീഡിയോ നമ്മൾ സയൻറ്റിസ്റ്റിനെ കാറ് ജസ്റ്റ് തട്ടി കൊന്നതാണ് വിചാരിച്ചത്.
പക്ഷെ പുള്ളിക്കാരൻ ആരും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി വരുമ്പോൾ കാണാം. അപ്പോൾ ഈ കാർ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? ഇതാണ് കില്ലായി ലുക്കുള്ള മെക്ലാരൻ ഗൈസ്. ആ പറഞ്ഞപ്പോഴേക്കും പോലീസും വന്നിട്ടുണ്ട്. എന്തായാലും തൃപ്തിയായി ഗൈസ്. എന്തായാലും നമുക്ക് ഇവന്മാരെ കുറച്ചിട്ട് വട്ട് കളിപ്പിക്കാം. 2 സ്റ്റാർ ഉണ്ട് ഗൈസ്. 2 ആൾക്കൊക്കെ ഒന്ന് 2 സ്റ്റാർ. അതെന്ത് പരിപാടിയാണ് ഗൈസ്? ഇപ്പോൾ സ്ഥിരമായിട്ട് പോലീസ് വന്നിട്ടുണ്ട്. വാണ്ടൽ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പാണ് ഞാൻ. എന്ത് പറയില്ല ഗൈസ്, എപ്പോഴും ടോപ്പാണ് നമ്മൾ. ക്ലാസ്സിൽ ടോപ്പാണ് എന്ന് ഞാൻ പറയില്ല. കാരണം ക്ലാസ്സിലെ പഠിപ്പികളാണ് ടോപ്പ്. നമ്മളെങ്ങനെയാണ് ടോപ്പാവുന്നത് ഗൈസ്? പഠിപ്പികൾ ഉണ്ടാകുന്നതല്ലേ നമുക്ക് ടോപ്പാവാൻ പറ്റുള്ളൂ. പഠിപ്പികൾ പഠിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ഇങ്ങനത്തെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും നമുക്ക് ഇവന്മാരുടെ എങ്ങനെയെങ്കിൽ അയ്യോ ഇവിടെ പോലീസുകാരെ ഇനി എത്ര കാശാണെന്നറിയാവോ? എന്നാൽ ഇനി ഒറ്റ വഴിയുള്ളൂ, സൈക്കോ മോഡ് കയറാം. അയ്യോ മാസം അടിച്ച് വന്നപ്പോഴേക്കും താഴെ വീണ്. സൈക്കോ മോഡ് മിസൈൽ ലോഞ്ച് അത്രയേ ഉള്ളൂ. ഇത് ഈ സാധനം എടുത്തുകൊണ്ടുകൂടി നല്ല വെയിറ്റ്. അത് കാരണം അവിടെ ചെന്ന് എയിം ചെയ്യാറാകുമ്പോൾ ഇതെടുക്കാം. ഇവിടെ പിന്നെ ആരെയാണ് ഞാൻ ഫസ്റ്റ് കൊള്ളല്ലോ? ഇവനെ കൊന്നു. ഇത്ര പവറുണ്ടായിരുന്നു മിസൈൽ ലോഞ്ചറിന്. ഈ സാധനങ്ങളൊക്കെ ഡൊമിങ്കോസ് ബ്രോയാണ്. 2 പോലീസ് വണ്ടി. ഭയങ്കര പവറാണല്ലോ ഇതിന്. അതും കൂടി അങ്ങോട്ട് കൊന്നേക്കാം ആ പോലീസുകാരനെ. പക്ഷെ അയാൾക്ക് എന്തോ ലക്കുണ്ട്. നമ്മൾ 5-6 വട്ടം ചെയ്തും കൊള്ളാനില്ലല്ലോ. കുറച്ചും കൂടി അടുത്തേക്ക് പോവാം. ഇപ്പം ഒരു സന്തോഷമായിട്ടുണ്ട്. ഇവിടെ ഒരാളും കൂടി ഉണ്ടല്ലോ. വേണ്ട, അയാൾ ജീവിച്ച് പോട്ടെ. നമുക്കെന്തായാലും തോക്കൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ വണ്ടി കയറാൻ. നമ്മുടെ പ്രദീപിനെ വിളിച്ച് വണ്ടി ശരിയാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്കെന്തായാലും ഇനി പെട്ടെന്ന് റിയൻ പിഞ്ചാൻ്റെ അടുത്ത് നമ്മുടെ കാർ കളക്ഷൻ നമ്മുടെ ഈ മെക്ലാരൻ കാണിച്ചു കൊടുക്കാം ഗൈസ്. ഇതെന്ത് ലുക്കുള്ള വണ്ടിയാണ്, എന്ത് കില്ലാടി ലുക്കുള്ള വണ്ടിയാണ് ഗൈസ്. എന്ത് പറയാൻ, ഞാൻ അടിച്ചു മാറ്റാൻ തന്നെ കില്ലാടി ലുക്കുള്ള വണ്ടി തന്നെ. എന്നെക്കുറിച്ച് എനിക്കിങ്ങനെ പൊങ്ങച്ചം പറയാൻ നല്ല രസമാണ് ഗൈസ്. എന്തായാലും മാവേലി അടിച്ച് ഈ പൊങ്ങച്ചങ്ങനെ പറഞ്ഞാൽ മാവേലി നമ്മൾ അടിച്ച് താത്തും. നമുക്കെന്തായാലും റിയൻ പിഞ്ചാൻ്റെ അടുത്ത് പോവാം. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. പിഞ്ചാൻ പെട്ടെന്ന് താഴത്തേക്ക് വരും. നിങ്ങൾ വന്നോല്ല ദൂരത്തേക്ക് പോവാന്നൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്. എന്തായാലും ഞങ്ങളിപ്പോ വരാം. ഇവരെന്ത് പണിയൊപ്പിച്ച സ്വരത്തിലാണ് പറയണേ. അതൊന്നും നോക്കണ്ട. നമുക്കെന്തായാലും നേരെ നമ്മുടെ കളക്ഷൻ്റെ അവിടെ പോയി വെയിറ്റ് ചെയ്യാം. എനിക്ക് തോന്നണില്ലേ നമ്മുടെ ഈ ബുഗാട്ടി ചെൻട്രോൻ്റെ ഡോററ്റ് ബോൾസിൻ്റെ പശ്ചാത്താപമായിരിക്കും അവർക്ക് റിയലൈസേഷൻ വന്നത്. സോ ഗൈസ് ഇവരിവിടെ എത്തിയിട്ട് റിയ സിൻചാൻ പിഞ്ചാൻ എങ്ങനെ നമ്മളെ പുതിയ കില്ലാ ലുക്കുള്ള മെക്ലാരൻ. ഇതിൻ്റെ കില്ലാ ലുക്കുള്ള വണ്ടിയാണല്ലോ. കില്ലാ വണ്ടി വീണ്ടും കൊണ്ടുവന്നു. അതെ സിൻചാൻ, ഇത് പറയാനാ ഞാൻ ഭയങ്കര സീനല്ലേ. കൂടുതൽ സ്വയം പൊങ്ങണ്ടതാണ്. ഓക്കെ റിയ. സോ ഗൈസ് നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഓണം സ്പെഷ്യൽ വീഡിയോ എന്തായാലും നാളെ വരും. മാവേലി വരും. പിന്നെ പുള്ളിക്കാരനൊരു കാറൊക്കെ അടിച്ച് മാറ്റി കൊടുക്കണം ഗൈസ്. എന്നിട്ട് സദ്യയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇടാണല്ലോ. അപ്പോൾ ആ വീഡിയോ എന്തായാലും വരും. സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ ഞെക്കി വെച്ചേക്ക്. ഞാൻ തിരിച്ചു തരാം.